നമ്മൾ സാധാരണ കേൾക്കുന്ന സാമ്പത്തിക വ്യവസ്ഥകളെല്ലാം എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ലാഭത്തിലല്ലേ? എന്നാൽ അതിനപ്പുറം സാമൂഹിക ക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഒരു സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന ലക്ഷ്യം ലാഭമുണ്ടാക്കുന്നത് മാത്രമല്ലെങ്കിലോ? ഈയൊരു ചിന്തയാണ് സത്യത്തിൽ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇതിന്റെ കാതൽ തന്നെ ഈ ചോദ്യത്തിലാണ് കിടക്കുന്നത്. അപ്പോ നമ്മൾ ഈയൊരു വിഷയത്തെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിന്റെ ഒരു വ്യത്യസ്തമായ സാമ്പത്തിക ലക്ഷ്യം എന്താണെന്ന് കാണാം. പിന്നെ അതിന്റെ ആണിക്കല്ലുകളായ 5 പ്രധാന ലക്ഷ്യങ്ങൾ. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട 3 നിരോധനങ്ങൾ, പിന്നീട് ഹലാൽ ത്വയ്യിബ് എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കും. അവസാനം ഇതെല്ലാം പ്രയോഗത്തിൽ വരുത്തുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് ഉറപ്പാക്കുന്നതെന്നും നമ്മൾ പരിശോധിക്കും. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഈ വ്യവസ്ഥയുടെ അടിസ്ഥാന ലക്ഷ്യം? ലാഭത്തിനപ്പുറം എന്തിനാണിത് പ്രാധാന്യം കൊടുക്കുന്നത്? ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യത്തെ ഒറ്റവാക്കിൽ ഫലാഹ് എന്ന് പറയാം. എന്താണ് ഈ ഫലാഹ്? ഇത് വെറുതെ പണം സമ്പാദിക്കുക എന്നതിലല്ല ഊന്നൽ നൽകുന്നത്, മറിച്ച് ഈ ലോകത്തും പരലോകത്തും ഒരുപോലെ വിജയം അല്ലെങ്കിൽ ഒരു സമഗ്രമായ ക്ഷേമം കൈവരിക്കുക എന്നതാണ്. ഇത് വ്യക്തിപരമായ നേട്ടത്തിനപ്പുറം സഹകരണത്തിലൂടെയും പരസ്പര പങ്കാളിത്തത്തിലൂടെയും സമൂഹം ഒന്നടങ്കം നേടേണ്ട ഒന്നായാണ് കാണുന്നത്. ഓക്കെ, അപ്പോ ഫലാഹാണ് ലക്ഷ്യമെന്ന് നമ്മൾ കണ്ടു. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെയാണ് എത്തുക? അതിനൊരു വഴി വേണമല്ലോ. ആ വഴിയാണ്, അല്ലെങ്കിൽ ആ ഒരു ധാർമ്മിക ചട്ടക്കൂടാണ് മക്കാസിദ് അൽ ശരിയ. മനുഷ്യജീവിതത്തെ സംരക്ഷിക്കാനും അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന 5 അടിസ്ഥാന തത്വങ്ങളാണിത്. നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമത്തേത് ദീൻ അഥവാ മതത്തിന്റെ സംരക്ഷണം. എന്നുവെച്ചാൽ ഓരോ വ്യക്തിക്കും അവരുടെ വിശ്വാസം സംരക്ഷിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക എന്നത് ഒരു അടിസ്ഥാന ഘടകമാണ്. ഇനി രണ്ടാമത്തേത് നഫ്സ്, അതായത് ജീവന്റെ സംരക്ഷണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ മനുഷ്യന്റെയും ജീവൻ വിലപ്പെട്ടതാണ്. അതിന് സുരക്ഷ നൽകുക എന്നത് ഈ സിസ്റ്റത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. മൂന്നാമത്തെ ലക്ഷ്യം അഖിൾ അഥവാ ബുദ്ധിയുടെ സംരക്ഷണമാണ്. ഇത് ശരിക്കും രസകരമായ ഒരു കാര്യമാണ്. കാരണം ഇത് മനുഷ്യന്റെ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കഴിവിനെ, ആ യുക്തിയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഉദാഹരണത്തിന് ലഹരി പോലുള്ള വസ്തുക്കൾ നിരോധിക്കപ്പെട്ടത്. കാരണം അവ നമ്മുടെ ചിന്താശേഷിയെ ബാധിക്കുമല്ലോ. അടുത്തത് നാലാമത്തെ ലക്ഷ്യം നസ്ൽ അല്ലെങ്കിൽ തലമുറയുടെ സംരക്ഷണം. ഒരു സുസ്ഥിരമായ കുടുംബ സംവിധാനം, ധാർമ്മികമായ ജീവിതം, അടുത്ത തലമുറയുടെ നല്ല ഭാവിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒടുവിൽ അഞ്ചാമത്തേത് മാൽ അഥവാ സമ്പത്തിന്റെ സംരക്ഷണം. വ്യക്തികൾക്ക് സ്വത്ത് സമ്പാദിക്കാനും അത് സംരക്ഷിക്കാനുമുള്ള അവകാശം ഇത് ഉറപ്പു നൽകുന്നു. അതോടൊപ്പം തന്നെ സാമ്പത്തിക നീതി ഉറപ്പാക്കുകയും വേണം. ഈ ഒരു തത്വമാണ് നമ്മളിനി കാണാൻ പോകുന്ന സാമ്പത്തിക നിയമങ്ങളുടെയൊക്കെ അടിസ്ഥാനം. അപ്പോ നമ്മളിപ്പോ 5 വലിയ ലക്ഷ്യങ്ങൾ കണ്ടു. പക്ഷേ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം. ഈ വലിയ ആശയങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ദിവസേനയുള്ള പണമിടപാടുകളിൽ, അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിയമങ്ങളായി മാറുന്നത്? നമുക്കതിലേക്ക് കടക്കാം. ഈ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒന്നാണ് റിബ. ലളിതമായി പറഞ്ഞാൽ പലിശ. അതായത് ഒരു കടം കൊടുക്കുമ്പോൾ ആ മുതലിനു പുറമെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു അധിക തുക തിരികെ വാങ്ങുന്നത്. ഇതാണ് റിബ. അത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഈ നിരോധനത്തിന്റെ അടിസ്ഥാനം ഖുർആനിൽ നിന്നാണ് വരുന്നത്. ഈ വാക്യം നോക്കൂ. കച്ചവടം അനുവദനീയമാണ്, എന്നാൽ പലിശ അഥവാ റിബ നിരോധിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നു. രണ്ടും രണ്ടായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇത് കുറച്ചുകൂടി വ്യക്തമാക്കാൻ നമുക്ക് 2 ഉദാഹരണങ്ങൾ നോക്കാം. ഒന്നാമത്തേത്, ഒരാൾ 500 രൂപ കടം കൊടുക്കുന്നു. ഒരു മാസം കഴിഞ്ഞ് 600 രൂപയായി തിരിച്ചു തരണമെന്ന് പറയുന്നു. ആ അധികമായി വരുന്ന 100 രൂപയാണ് റിബ. ഇനി രണ്ടാമത്തെ ഉദാഹരണം, ഇത് നേരിട്ടുള്ള കൈമാറ്റമാണ്. നിങ്ങൾ 3 സ്വർണ്ണക്കട്ടികൾ കൊടുത്തിട്ട് അതേസമയം തന്നെ പകരം 6 സ്വർണ്ണക്കട്ടികൾ വാങ്ങുന്നു. ഇവിടെ അധികമായി വരുന്ന ആ 3 കട്ടികളും റിബയായി കണക്കാക്കും. അടുത്തതായി നിരോധിച്ചിട്ടുള്ള കാര്യമാണ് ഗറാർ. എന്താണീ ഗറാർ? ഒരു ഇടപാടിലെ അമിതമായ അനിശ്ചിതത്വം അല്ലെങ്കിൽ അവ്യക്തത. ഉദാഹരണത്തിന് കടലിലുള്ള മീനിനെ അല്ലെങ്കിൽ ആകാശത്ത് പറക്കുന്ന പക്ഷിയെ വിൽക്കുന്നതുപോലെ. കാരണം ആ മീനിനെ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. അതാണ് ഗറാർ.
എന്നാൽ എല്ലാത്തരം ചെറിയ അനിശ്ചിതത്വവും ഗരാറല്ല കേട്ടോ. ഒരു കരാറിനെ മൊത്തത്തിൽ അസാധുവാക്കുന്ന തരത്തിലുള്ള വലിയ ഗരാർ സംഭവിക്കുന്നത് പ്രധാനമായും 3 സാഹചര്യങ്ങളിലാണ്. 1. വിൽക്കുന്ന സാധനം യഥാർത്ഥത്തിൽ നിലവിലില്ലാത്തപ്പോൾ. 2. അത് കൈമാറാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ. 3. കരാറിൽ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഒന്നും ആ സാധനത്തിന് ഇല്ലാത്തപ്പോൾ. ഇനി മൂന്നാമത്തെ പ്രധാന നിരോധനമാണ് മൈസിർ അല്ലെങ്കിൽ ഖിമാർ. ഇതിന് നമുക്ക് ഒറ്റവാക്കിൽ ചൂതാട്ടമെന്ന് വിളിക്കാം. അതായത് ഒരാൾക്ക് എന്തെങ്കിലും കിട്ടുന്നത് മറ്റൊരാൾക്ക് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് എന്നവസ്ഥ. ലോട്ടറി, വാതുവെപ്പ് ഇതെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണ്. എന്തുകൊണ്ടാണ് ചൂതാട്ടം നിരോധിച്ചത്? അതിനൊരു സാമൂഹിക വശം കൂടിയുണ്ട്. ഈ ഖുർആൻ വാക്യം പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾ മനുഷ്യർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വളർത്താൻ കാരണമാകും. അതുകൊണ്ട് സമൂഹത്തിന്റെ നല്ലതിനു വേണ്ടിയാണ് ഈ നിരോധനം. അപ്പോ റിബ, ഗരാർ, മൈസിർ ഈ 3 പ്രധാന നിരോധനങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇതിന്റെ കുറച്ചുകൂടി ആഴത്തിലുള്ള, കുറച്ചുകൂടി സൂക്ഷ്മമായ ഒരു തലത്തിലേക്ക് പോകാം. നിയമം പാലിക്കുന്നതിനപ്പുറമുള്ള ഒരു കാര്യമാണിത്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന 2 വാക്കുകളാണ് ഹലാൽ, ത്വയ്യിബ്. എന്താണിവ തമ്മിലുള്ള വ്യത്യാസം? ഹലാൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിയമപരമായി അനുവദനീയമാണോ എന്ന് മാത്രം നോക്കുന്നു. അതായത് നേരത്തെ പറഞ്ഞ നിരോധനങ്ങളൊന്നും അതിലില്ല. പക്ഷെ ത്വയ്യിബ് എന്നത് അതിനപ്പുറത്തേക്ക് പോവുകയാണ്. അത് അനുവദനീയം മാത്രമല്ല, നല്ലതും ശുദ്ധവും ധാർമ്മികമായി ശരിയുമാണോ എന്നുകൂടി നോക്കുന്നു. ഉദാഹരണത്തിന്, ഒരു ബിസിനസ് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നുണ്ടോ? തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ത്വയ്യിബിന്റെ പരിധിയിൽ വരും. ഈ വ്യത്യാസം മനസ്സിലാക്കാൻ ഒരു നല്ല ഉദാഹരണമുണ്ട്. ശരിയായ രീതിയിൽ അറുത്ത മാംസം ഹലാലാണ്. അത് നിയമം പാലിച്ചു. എന്നാൽ ആ മാംസം ഓർഗാനിക്കും ആന്റിബയോട്ടിക്കുകളൊന്നും ഉപയോഗിക്കാതെ നല്ല രീതിയിൽ വളർത്തിയൊരു മൃഗത്തിന്റേതാണെങ്കിൽ അത് ത്വയ്യിബ് കൂടിയാണ്. കണ്ടില്ലേ വ്യത്യാസം? ഒന്ന് നിയമം, മറ്റേത് ഗുണമേന്മയും ധാർമ്മികതയും. ശരി, ഇത്രയധികം നിയമങ്ങളും തത്വങ്ങളുമൊക്കെ ഉണ്ട്. പക്ഷെ ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുമൊക്കെ ഇതെല്ലാം കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നാരാണ് ഉറപ്പുവരുത്തുന്നത്? അതിനൊരു സിസ്റ്റം വേണ്ടേ? നമുക്ക് ആ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് പെട്ടെന്നൊന്ന് നോക്കാം. പ്രധാനമായും പല തലങ്ങളിലുള്ള സംവിധാനങ്ങളുണ്ട്. ഓരോ ബാങ്കിനും അല്ലെങ്കിൽ സ്ഥാപനത്തിനുമുള്ളിൽ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ പണ്ഡിതന്മാരുടെ ഒരു ശരിയാ സൂപ്പർവൈസറി ബോർഡ് ഉണ്ടാകും. ഇതിനു പുറമെ ആഗോളതലത്തിൽ സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കുന്ന AOIFI, ISB പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. പിന്നെ ഓരോ രാജ്യത്തെയും സെൻട്രൽ ബാങ്കുകളും ഇതിന് മേൽനോട്ടം വഹിക്കുന്നു. ഇങ്ങനെ പല തലങ്ങളിലുള്ള മേൽനോട്ടമാണ് ഈ വ്യവസ്ഥയെ നിലനിർത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഈയൊരു വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം ബാക്കിയാവുകയാണ്. വ്യക്തിപരമായ ലാഭത്തിന് മാത്രം പ്രാധാന്യം നൽകാതെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ക്ഷേമത്തിലും നഷ്ടസാധ്യതകൾ പങ്കുവെക്കുന്നതിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ ഒരു ധാർമ്മിക ചട്ടക്കൂടിന് നമ്മുടെ ഇന്നത്തെ ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും പുതിയ ഉൾക്കാഴ്ചകൾ നൽകാൻ കഴിയുമോ? ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്.